ഇത് കണ്ടോ, ഇത് ഫിലഡൽഫിയ എന്ന് വാങ്ങിച്ചതാണ്. വാഷിങ്ടണിലോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഫിലഡൽഫിയയിൽ ചാമിങ് ചാർലി എന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രാൻഡ് കനിയനിലും ലാസ് വെഗസിലും ഒക്കെ പോകാനായിട്ട് ഒരു ബ്ലാക്ക് ഹാറ്റിന് വാങ്ങിച്ചതാണ്. ഈ ഹാറ്റിൻ്റെ ഇവിടെ ഒരു റിബൺ കാണാവോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയിൽ ടൈറ്റാക്കി വെക്കാനുള്ള റിബണാണ്. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വേറൊരു ഹാറ്റ് ഉണ്ട്, അതൊന്നും ഞാൻ പണ്ടേ പഠിച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഉണ്ടല്ലോ, ഇവിടം നമ്മൾ ആദ്യം തലയിലോട്ട് വെക്കുക, മനസ്സിലായോ? അപ്പോൾ അത് ടൈറ്റായിട്ടിരുന്നോളൂ. എന്നിട്ട് ഈ ഹാറ്റ് പറക്കില്ല, കണ്ടോ? അപ്പം ചിലരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നോക്കാറുണ്ട്, നല്ല കാറ്റുള്ള സ്ഥലത്തും ഇത് പറക്കില്ല. പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കൊന്ന് ലാസ്റ്റ് അമ്മയാണ് യൂസ് ചെയ്തത്. വയനാട് നമ്മൾ ബാണാസുര അവിടെ പോയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്ത് ഇത് ടൈറ്റൻ ചെയ്യുന്ന അമ്മയ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു. അയ്യോ പറക്കുവേടി, ഞാൻ ഇല്ലാതെ ഇറക്കെ ചെയ്ത് കൊടുത്തതാ. സോ ദിസ് ഇസ് സോ നൈസ് അല്ലേ? നല്ല ഒരു ജീൻസിൻ്റെ ഒക്കെ കൂടെയാണ് കൂടുതൽ നല്ലത്. ഇത് മെൽബൺ എന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല വില ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ നല്ല കോസ്റ്റ് അല്ലേ എല്ലാം. എനിക്കൊന്ന് $21 ഓസ്ട്രേലിയൻ എന്തോ ആയിരുന്നു. ഇതിലാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. ഇത് ഇച്ചിരി എലാസ്റ്റിക് ആണ്, അത് വെറും കയറായിരുന്നു, ഇത് എലാസ്റ്റിക് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇതിനെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും അല്ലേ, ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നു. അതാദ്യം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ അവിടെ ഒളിപ്പിച്ച് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം, സൈഡിലോട്ട് വയ്ക്കാം. കണ്ടോ? ഇതിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോ പറ്റുമെങ്കിൽ സൈഡിൽ കൊടുക്കാവേ. ഒത്തിരി യൂസ് ചെയ്തതാണ് ഇത്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ടോ ഞാനൊരു സെറ്റ് എടുക്കും, മാച്ചിന് അവരും യൂസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ എല്ലാം ലേഡീസ് ഹാറ്റ് അല്ലേ, നന്നായിട്ട് യൂസ്. ഇത് നമ്മുടെ ഒരു ലോക്കൽ സാധനമാണ്, പക്ഷേ ഡിക്കത്തലോന്ന് വാങ്ങിച്ചതാ. അപ്പോൾ ഈ സ്പോർട്സ് അതിൻ്റെയൊക്കെ ഇതായത് കൊണ്ടായിരിക്കാം ഇതിന് ഇതേപോലെ പറക്കാതിരിക്കാനുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഇത് ലാസ് വെഗസിൽ ഒരു സ്കേർട്ടും ഡ്രസ്സിൻ്റെയും കൂടെ ഇട്ടപ്പം അവിടുന്ന് ഒരാൾ ചോദിച്ചു, ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ്? ആൻഡ് ഇത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ പറക്കാതിരിക്കാനുള്ളതെന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു കേട്ടോ. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, ഇതിനത്ര ഒരു സ്പോർട്ട് ഇതല്ലേ. അപ്പം എന്നാലും ഈ പറഞ്ഞ പോലെ മാച്ച് വേണ്ടവിടെ എനിക്ക് മാച്ച് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ഹാറ്റ് വെക്കില്ല. ഹാറ്റ്